സ്നേഹമുള്ളവരെ, ലോഗോസ് ബൈബിൾ ക്വിസ് 2025 ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എപ്പിസോഡ് 28 നാം കാണുന്നത് ന്യായാധിപന്മാർ 13 അധ്യായമാണ്. ന്യായാധിപന്മാർ 13 ഒരാമുഖം. ഈ അധ്യായം ഇസ്രായേലിയർ വീണ്ടും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ ചെയ്യുകയും 40 വർഷക്കാലം ഫിലിസ്തീനയുടെ അടിച്ചമർത്തലിന് വിധേയരാകുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയായ സാംസന്റെ ജനനത്തെ പരിചയപ്പെടുത്തുന്നു. നിരാശയുടെ നടുവിൽ ഇസ്രായേലിൻ്റെ വിടുതൽ ആരംഭിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാകാൻ ദൈവം ദാൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരു വന്ധ്യായ സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നു. കൃത്യമായ നിർദ്ദേശങ്ങളോടെ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ശിശുവായ സാംസനെ ആജീവനാന്തം ഒരു നാസീർവ്രതക്കാരനായി വേർതിരിക്കുകയും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി സമർപ്പിക്കുകയും വേണം. പിതാവായ മനോവ ദിവ്യമാർഗനിർദ്ദേശം തേടുന്നു. ഒരു അത്ഭുതകരമായ അടയാളത്തിലൂടെ ദൈവം തൻ്റെ പദ്ധതിയെ കൃപയോടെ സ്ഥിരീകരിക്കുന്നു. സാംസന്റെ ജനനത്തോടെയാണ് അധ്യായം അവസാനിക്കുന്നത്. പരാജയത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും സമയങ്ങളിൽ പോലും വീണ്ടെടുപ്പിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതി ചലനാത്മകമാണെന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ ദിവ്യ ഉദ്ദേശം നിറവേറ്റുന്നതിനായി അവൻ ഏറ്റവും സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് പോലും വ്യക്തികളെ വിളിച്ച് തയ്യാറാക്കുന്നു. ചോദ്യോത്തരങ്ങൾ. 1. ന്യായാധിപന്മാർ 13 അനുസരിച്ച് വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തത് ആര്? കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തത് ആര് വീണ്ടും? ഉത്തരം ഇസ്രായേൽ ജനം. ന്യായാധിപന്മാർ 13:1 ഇസ്രായേൽ ജനമാണ് വീണ്ടും തിന്മ ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം. കർത്താവ് എത്ര വർഷത്തേക്ക് ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീന്റെ കൈകളിൽ ഏൽപ്പിച്ചു? എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീന്റെ കയ്യിൽ ഏൽപ്പിച്ചത്? ഉത്തരം 40 വർഷത്തേക്ക്. ന്യായാധിപന്മാർ 13:1 അത് നമ്മൾ കാണുന്നു. 40 വർഷത്തേക്കാണ്. മൂന്നാമത്തെ ചോദ്യം. സോറായിൽ ഉണ്ടായിരുന്ന ആള് ആര്? സോറായിൽ ഉണ്ടായിരുന്ന ആളാര് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. സോറായിൽ. അതിൻ്റെ ഉത്തരം മനോവ. ന്യായാധിപന്മാർ 13:2 നമ്മൾ കാണുന്നു. മനോവയാണ് സോറായിൽ ഉണ്ടായിരുന്നത്. 4. മനോവ ഏത് ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു? മനോവ ഏത് ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു? അതാണ് നാലാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ദാൻ ഗോത്രത്തിൽ നിന്നാണ്. ന്യായാധിപന്മാർ 13:2 കാണുന്നു. ദാൻ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു മനോവ. 5. ന്യായാധിപന്മാർ 13:2 വന്ധ്യയായിരുന്നത് ആര്? വന്ധ്യ ആയിരുന്നത് ആര്? ന്യായാധിപന്മാർ 13:2 അതിൻ്റെ ഉത്തരം മനോവയുടെ ഭാര്യ. മനോവയുടെ ഭാര്യയാണ് വന്ധ്യയായിരുന്നത്. അടുത്ത ചോദ്യം. 6. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, ഇപ്രകാരം പറഞ്ഞത് ആര്? നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, ഇപ്രകാരം പറഞ്ഞത് ആര്? അതിൻ്റെ ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. ന്യായാധിപന്മാർ 13:3 കർത്താവിൻ്റെ ദൂതൻ ആണിങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം. 7. പൂരിപ്പിക്കുക. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് ഡാഷ്. ന്യായാധിപന്മാർ 13:3-4 അതുകൊണ്ട് ഡാഷ്. ഉത്തരം അതുകൊണ്ട് നീ സൂക്ഷിക്കണം. നീ സൂക്ഷിക്കണമെന്നാണ് അവിടെ പൂരിപ്പിക്കാനായിട്ടുള്ള വാക്കുകൾ. നീ സൂക്ഷിക്കണം. 8ാമത്തെ ചോദ്യം. മനോവയുടെ ഭാര്യ ഒഴിവാക്കേണ്ട പാനീയങ്ങൾ ഏതൊക്കെയായിരുന്നു? മനോവയുടെ ഭാര്യ ഒഴിവാക്കേണ്ട പാനീയങ്ങൾ ഏതൊക്കെയായിരുന്നു? അതാണ് 8ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം വീഞ്ഞും വീര്യമുള്ള പാനീയങ്ങളും. ന്യായാധിപന്മാർ 13:4 വീഞ്ഞും വീര്യമുള്ള പാനീയങ്ങളും. 9ാമത്തെ ചോദ്യം. എന്ത് ഭക്ഷിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? എന്ത് ഭക്ഷിക്കരുത്? അതാണ് ചോദ്യം. ഉത്തരം അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. ന്യായാധിപന്മാർ 13:4 അശുദ്ധമായതൊന്നും. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം. 10. പൂരിപ്പിക്കുക. അവൻ്റെ തലയിൽ ഡാഷ് തൊടരുത്. ന്യായാധിപന്മാർ 13:5 അവൻ്റെ തലയിൽ എന്താണ് തൊടരുതാത്തത്? അതിൻ്റെ ഉത്തരം ക്ഷൗരക്കത്തി. ക്ഷൗരക്കത്തിയാണ് അവൻ്റെ തലയിൽ തൊടരുത് എന്ന് പറഞ്ഞത്. ക്ഷൗരക്കത്തി. അടുത്ത ചോദ്യം. ന്യായാധിപന്മാർ 13:5 ജനിക്കുവാൻ പോകുന്ന കുട്ടി ജനനം മുതൽ ദൈവത്തിന് ആരായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറയുന്നത്? ദൈവത്തിന് ആരായിരിക്കും?
ജനിക്കാൻ പോകുന്ന കുട്ടി. ഉത്തരം നാസിർ വ്രതക്കാരനായിരിക്കും. നാസിർ വ്രതക്കാരനായിരിക്കും എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അടുത്ത ചോദ്യം, കുട്ടി ആരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കുമെന്നാണ് കർത്താവിൻ്റെ ദൂതൻ ന്യായാധിപന്മാർ 13:5 പറയുന്നത്? കുട്ടി ആരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിമോചിപ്പിക്കുവാൻ ആരംഭിക്കുമെന്നാണ്, അല്ലെങ്കിൽ വിടുവിക്കുവാൻ ആരംഭിക്കുമെന്ന്? ഉത്തരം ഫിലിസ്തീരുടെ കയ്യിൽ നിന്ന്. ഫിലിസ്തീരുടെ കയ്യിൽ നിന്നാണ് കുട്ടി ഇസ്രായേലിനെ മോചിപ്പിക്കുക. 13ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 13:8 കർത്താവിനോട് പ്രാർത്ഥിച്ചത് ആര്? 13:8 കർത്താവിനോട് പ്രാർത്ഥിച്ചത് ആര്? അതിൻ്റെ ഉത്തരം മനോവയാണ്. മനോവയാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. അടുത്ത ചോദ്യം 14. ന്യായാധിപന്മാർ 13 മനോവയുടെ ഭാര്യയ്ക്ക് ദൈവദൂതൻ എത്ര പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്? മനോവയുടെ ഭാര്യയ്ക്ക് ദൈവദൂതൻ എത്ര പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് 14ാമത്തെ ചോദ്യം. ഉത്തരം 2 പ്രാവശ്യം. ന്യായാധിപന്മാർ 13:3 13:9 നമ്മളത് കാണുന്നു. 2 പ്രാവശ്യമാണ്. 15. ദൈവദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനോവയുടെ ഭാര്യ എവിടെയായിരുന്നു? ദൈവദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനോവയുടെ ഭാര്യ എവിടെയായിരുന്നു? 2ാമത്തെ പ്രാവശ്യം വയലിലായിരുന്നു. വയലിൽ. ന്യായാധിപന്മാർ 13:9 അത് കാണുന്നു. വയലിലായിരുന്നു മനോവയുടെ ഭാര്യ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ. 16ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 13:11 ഞാൻ തന്നെ എന്ന് മറുപടി പറയുന്നത് ആര്? ഞാൻ തന്നെ എന്ന് മറുപടി പറയുന്നത് ആര് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. കർത്താവിൻ്റെ ദൂതനാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം 17. ഞാനൊരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ. ന്യായാധിപന്മാർ 13:15 ആരോട് പറഞ്ഞു? ആരോട് പറയുന്നതായിട്ടാണ് നമ്മളിത് കാണുന്നത് 13:15. ഉത്തരം മനോവ കർത്താവിൻ്റെ ദൂതനോട് പറയുന്നതാണ്. മനോവ കർത്താവിൻ്റെ ദൂതനോട്. അടുത്ത ചോദ്യം 18. മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി കർത്താവിന് അർപ്പിച്ചത് എവിടെ വെച്ച്? ന്യായാധിപന്മാർ 13:19 അനുസരിച്ച് എവിടെ വെച്ചാണ് ഈ കർത്താവിന് ഇത് അർപ്പിക്കുന്നത്? പാറപ്പുറത്ത് വെച്ച്. പാറപ്പുറത്ത് വെച്ച് എന്നതാണ് അതിൻ്റെ ഉത്തരം. ധാന്യബലി അർപ്പിക്കുന്നത് പാറപ്പുറത്ത് വെച്ച്. 19. മനോവ ദഹനബലി അർപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്ത്? മനോവ ദഹനബലി അർപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്ത് എന്നതാണ് 19ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ദൂതൻ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. ന്യായാധിപന്മാർ 13:20 ദൂതൻ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. അതാണ് നമ്മളവിടെ കാണുന്നത്. 20ാമത്തെ ചോദ്യം, മനോവയും ഭാര്യയും നോക്കി നിൽക്കി കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ഉത്തരം അവർ നിലത്ത് കമിഴ്ന്നു വീണു. ന്യായാധിപന്മാർ 13:20 അവർ നിലത്ത് കമിഴ്ന്നു വീണു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. 21. ആരോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും? ന്യായാധിപന്മാർ 13:22 ആരോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും? ഉത്തരം മനോവ ഭാര്യയോട് പറഞ്ഞു. മനോവ ഭാര്യയോട് പറഞ്ഞു. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അടുത്ത ചോദ്യം 22. മനോവയുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിന് എന്ത് പേരിട്ടു? മനോവയുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിന് എന്ത് പേരിട്ടു? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ത് പേരിട്ടു? ഉത്തരം സാംസൺ. ന്യായാധിപന്മാർ 13:24 നമ്മൾ കാണുന്നത്. സാംസൺ എന്നാണ് കുട്ടിക്ക് പേരിട്ടത്. അടുത്ത ചോദ്യം 23. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ അല്ലെങ്കിൽ ആ കുട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? അതാണ് 23ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം മഹനേദാനിൽ വെച്ച്. മഹനേദാനിൽ വെച്ചാണ്. ന്യായാധിപന്മാർ 13:25 നമ്മൾ കാണുന്നത്. മഹനേദാനിൽ വെച്ച്. 24. ഏത് നഗരങ്ങളുടെ മധ്യയാണ് മഹനേദാൻ സ്ഥിതി ചെയ്യുന്നത്? മഹനേദാൻ സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരങ്ങളുടെ മധ്യയാണ്? 24ാമത്തെ ചോദ്യം. ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും മധ്യേ. സോറായ്ക്കും എഷ്താവോലിനും മധ്യേ. ന്യായാധിപന്മാർ 13:25. 25ാമത്തെ ചോദ്യം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13:5. പുതിയ നിയമത്തിൽ എവിടെയാണ് ഒരു സമാന വാക്യം കാണുന്നത്? പുതിയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്. എവിടെയാണ്? ഉത്തരം ലൂക്ക 1:31. ഈശോ ഗബ്രിയേൽ ദൈവകന്യകയോട് പറയുന്നതാണ്. മാറിയത്തോട് പറയുന്നതാണ്. May God bless you all. Thanks for watching. If you enjoyed this video, please take a moment to like, share and subscribe.
Let us work together to spread the word. See you in the next edition. Thank you, Joseph for JJ Logos 316.